പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ ഈ കണക്കുകളിൽ യാതൊരു കാര്യവുമില്ലെന്ന് ആവർത്തിച്ച് പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിശോധിക്കാൻ രണ്ടംഗ സമിതി ഉണ്ടാകും. ഈ സമിതി അടുത്ത മാസം 5-ന് റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിൽ എന്തൊക്കെ ശുപാർശകൾ വേണം, ഏത് രീതിയിൽ പ്രശ്നപരിഹാരം ഉണ്ടാകും, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മലപ്പുറത്താണ് ഏറ്റവും അധികം പ്രശ്നമുള്ളത്. ഈ 3 ജില്ലകളും മലപ്പുറം ഒഴിച്ച് മറ്റു ജില്ലകളിൽ 56 ജില്ലയിൽ ശേഷിക്കുന്ന അപേക്ഷകൾ എന്ന് പറയുന്നത് 78,114. അലോട്ട്മെന്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്ത 11,546 പേരുണ്ട്. ഒറ്റ പ്രാവശ്യം അവർക്ക് അലോട്ട്മെന്റ് കൊടുക്കുകയുള്ളൂ, രണ്ടാമത്തെ പ്രാവശ്യം കൊടുക്കില്ല. അതിൽ ഒരുപക്ഷെ ഇഷ്ടമുള്ള സീറ്റോ അല്ലെങ്കിൽ വീടിനടുത്തോ ഒക്കെ കിട്ടാത്തതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള അതിൽ നിന്ന് മാനേജ്മെന്റ് കോട്ടയിൽ 2,866 പേർ ചേർന്നു. കമ്മ്യൂണിറ്റി കോട്ടയുടെ അടിസ്ഥാനത്തിൽ 954 പേർ ചേർന്നു. അൺഎയ്ഡഡ് മേഖലയിൽ 223 പേർ ചേർന്നു. സ്പോർട്സ് കോട്ടയിൽ 444 പേർ ചേർന്നു. MRS സ്കൂളുകളിൽ 5 ഉൾപ്പെടെ ആകെ 4,492 പേർ പ്രവേശനം നേടി. അതിന് ശേഷിക്കുന്നത് 7,054 പേരാണ് ഹയർ സെക്കൻഡറിയിൽ പ്രവേശനം എടുക്കാത്തവർ, നമ്മൾ അലോട്ട്മെന്റിൽ നിന്ന് എടുക്കാത്തവർ. ശേഷിക്കുന്ന 71,060 അപേക്ഷകരിൽ ആകെ 53,762 പേർ പ്ലസ് 1 ഇതുവരെ പ്രവേശനം നേടി. അതിന്റെ ഡീറ്റെയിൽസ്: മെറിറ്റ് കോട്ട 44,224, സ്പോർട്സ് 873. തീരുമാനത്തിന്റെ വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, പ്ലസ് 1-ന്റെ ക്ലാസുകൾ തുടങ്ങി പല കുട്ടികൾക്കും ഇതുവരെയും അവരുടെ അഡ്മിഷന്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും മന്ത്രി പറയുന്നത് കണക്കുകളുടെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നവുമില്ല, ഒരു രണ്ടംഗ സമിതിയെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. ഈ സമിതി എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്, എന്ത് ശുപാർശയാണ് നൽകുന്നത്, അതിനനുസരിച്ച് സർക്കാരിന്റെ നീക്കം എന്താണ്, ഏത് രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് മന്ത്രി പറയുന്നത്? ക്രിസ്ത്യന, നമുക്കറിയാം നിയമസഭയിലടക്കം ഈ പ്ലസ് 1 സീറ്റ് പ്രതിസന്ധി അത് കാര്യമായി പ്രതിപക്ഷം ഉയർത്തി ചർച്ച ചെയ്തപ്പോഴൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ആകെ മൊത്തമുള്ള, അതായത് എയ്ഡഡ് സ്കൂളിന്റെ അടക്കം കണക്കുകൾ നിരത്തിയാണ് പ്രതിരോധിച്ചത്. മാത്രവുമല്ല ആ കണക്കിൽ ഒരു കാര്യവുമില്ല എന്ന് പ്രതിപക്ഷവും അതേപോലെ തന്നെ മാതാപിതാക്കളടക്കമുള്ള ആളുകൾ പറയുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് മലപ്പുറത്തെ അടക്കം സാഹചര്യമായിരുന്നു വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. പ്രതിപക്ഷ യുവജന സംഘടനകളുടെ സമരമടക്കമുള്ള കാര്യങ്ങൾ നിയമസഭയിലേക്ക് ഉൾപ്പെടെ നടന്നു. പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കണ്ണു തുറന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ പ്ലസ് 1 സീറ്റ് പ്രതിസന്ധി പരിശോധിക്കാൻ ഒരു രണ്ടംഗ സമിതി ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. മലപ്പുറം RDDയും ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറുമാണ് സമിതി അംഗങ്ങൾ. ഈ സമിതി ജൂലൈ 5-നകം റിപ്പോർട്ട് നൽകണം. അധിക ബാച്ചുകൾ വേണമെന്നടക്കമുള്ള കാര്യങ്ങൾ അതിനുശേഷം മാത്രമായിരിക്കും തീരുമാനിക്കുക. അതായത് മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് മലപ്പുറത്ത് അധിക ബാച്ച് വേണം എന്നുള്ളതായിരുന്നു അവിടുത്തെ നിയമസഭാ അംഗങ്ങളുടെ അടക്കം ആവശ്യം. പക്ഷെ അത് ആ രീതിയിൽ പരിഗണിക്കാൻ കഴിയില്ല. മാത്രവുമല്ല ഈ സർക്കാരാണ് ഏറ്റവും കൂടുതൽ അധിക ബാച്ച് അനുവദിച്ചതടക്കമുള്ള വാദങ്ങളായിരുന്നു സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നിരത്തിയത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, ഒരു രണ്ടംഗ വിദഗ്ധ സമിതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഏതായാലും അവർ പരിശോധിച്ച ശേഷം ജൂലൈ 5-നകം റിപ്പോർട്ട് നൽകും. അതിനുശേഷം തുടർ നടപടി എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്. ഈ പൊതു റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ച് സംശയം ദൂരീകരിച്ചു എന്നുള്ളതാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഏതായാലും മലപ്പുറത്ത് 7,478 സീറ്റ് കുറവുണ്ട് എന്നുള്ള കാര്യം അത് അംഗീകരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായും അതൊരു വലിയ കാര്യവും വലിയ മാറ്റവുമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. മലപ്പുറത്ത് 7,478, കാസർഗോഡ് 252, പാലക്കാട് 1,757 സീറ്റിന്റെയും കുറവുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. സപ്ലിമെന്ററി അലോട്ട്മെന്റോടെ പ്രശ്നം പരിഹരിക്കുമെന്നും സംസ്ഥാനത്തെ മറ്റു ജില്ലകളിൽ പ്രതിസന്ധിയില്ല എന്നും മന്ത്രി പറയുന്നുണ്ട്. മലപ്പുറത്തെ ഈ വിഷയ കോമ്പിനേഷനാണ് പ്രശ്നമെന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന വാദം. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സീറ്റുകളാണ് പ്രശ്നമുള്ളതെന്നും സർക്കാർ ഒരു വാദമായി ഉയർത്തുന്നുണ്ട്. അതേസമയം സയൻസ് ബാച്ചിന് അധിക സീറ്റ് അല്ലെങ്കിൽ സീറ്റ് കൂടുതലാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ
പറഞ്ഞിട്ടുണ്ട്. സപ്ലിമെന്റ് അലോട്ട്മെന്റിൽ 8-9 തീയതികളിൽ അഡ്മിഷൻ നടത്തും. ഇതിനുശേഷം മാത്രമാകും സ്കോൾ കേരളയിൽ അഡ്മിഷൻ എന്നും വിദ്യാർത്ഥി സംഘടനകളുടെ ഈ ആവശ്യം അതായത് അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ ഒന്നിതായിരുന്നു, അത് അംഗീകരിച്ചു എന്നുള്ളതും ഏതായാലും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്. ചർച്ചയ്ക്ക് ശേഷം പറയുന്നുണ്ട്. ആ 2 അംഗ വിദഗ്ധ സമിതിയിലാണ് ഇനി പ്രതീക്ഷയുള്ളത്. നിരവധി വിദ്യാർത്ഥികൾക്ക് ഈ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ആശങ്കയുണ്ട്. ആശങ്ക അടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ക്രിസ്tina. ശരി. മലപ്പുറത്ത് 7498 സീറ്റുകളുടെ കുറവുണ്ട് എന്ന വിദ്യാഭ്യാസ മന്ത്രി അംഗീകരിച്ചിരിക്കുന്നു. സർക്കാരിന്റെ ഒരു നയമാറ്റം, താൽക്കാലിക ബാച്ച്, അധിക ബാച്ചുകൾ അനുവദിക്കണോ എന്ന ചിന്ത, ഇതൊക്കെ ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷഫീദ് റാവുത്തർ.